Hi viewers, welcome to another episode of Lakshmi's Cooking Stories. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഡിഷ് മലയാളികൾക്കൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള നാടൻ ബീഫ് കറിയാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടമാണല്ലേ? അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് ബീഫ് കറി ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ അടികട്ടിയുള്ള ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ചെയ്യാം ഇത്. അതിലേക്ക് ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, കാരണം വെളിച്ചെണ്ണയാണ് നാടൻ പ്രിപ്പറേഷൻസിനെല്ലാം നല്ലത്. ഇനി എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 4 ഏലക്കായ്, ഒരു 4-5 ഗ്രാമ്പു ഇത്ര ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് തിൻ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ച് 5 സവാള അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇത് നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. സവാള മുക്കാൽ വഴണ്ട് വരുമ്പം നമുക്കതിലേക്ക് തല്ലിയ വെളുത്തുള്ളിയും ഇഞ്ചിയും രണ്ടും കൂടെ 2 ടേബിൾ സ്പൂൺ അതുകൂടെ ആഡ് ചെയ്ത് വഴറ്റിയെടുക്കാം. ആദ്യമേ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ആഡ് ചെയ്ത് കഴിയുമ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് സവാള നല്ലോണം വഴണ്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ആഡ് ചെയ്തത്. ഇനി നമുക്കതിലേക്ക് 2 വലിയ ടൊമാറ്റോ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് ബീഫാണ്. ഞാനിവിടെ 1 കിലോ ബീഫ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് 1 കപ്പ് വെള്ളത്തിൽ വേവിച്ചതാണ്. പ്രഷർ വന്നതിന് ശേഷം ഒരു 20 മിനിറ്റ് വേവിച്ച ബീഫാണിത് പ്രഷർ കുക്കറിൽ. അതിവിടെ ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കാണ്. ഇതാണ് ഞാൻ ഇനി കറിയിലേക്ക് ചേർക്കാൻ പോകുന്നത്. ഇതിപ്പോൾ 1/4 വേവ് ആയിട്ടുണ്ട്. 20 മിനിറ്റ് വേവിച്ചപ്പോൾ. ഇതിപ്പോൾ ബഫലോ മീറ്റാണ് എടുത്തിരിക്കുന്നത്, അതിന് കുറച്ച് വേവ് കൂടുതലാണ്. അതിന് ബാക്കി വേവെല്ലാം നമുക്ക് ഈ കറിയിലെ മസാലകളോട് ചേർന്നാണ് വേവേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ 1/4 വേവിൽ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് ആദ്യമേ പറഞ്ഞല്ലോ 1/4 വേവേ ആയിട്ടുള്ളൂ എന്ന്. നമുക്കിനി തിളപ്പിച്ചാറിയ വെള്ളം 1 കപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം ഇത് ഫുള്ള് ഞാൻ വേവിച്ചെടുക്കാത്ത എന്താന്ന് പറഞ്ഞാൽ ഈ ഗ്രേവിയിൽ കിടന്ന് ഒന്ന് വേകണം, എന്നാലേ ആ പീസിനൊക്കെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അത് കാരണമാണ് ഫുള്ള് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാത്ത. പിന്നെ നമുക്ക് ഗ്രേവിയിലിട്ടിട്ട് ഒത്തിരി നേരം ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഗ്രേവിയിലോട്ട് ഈ പീസിലോട്ട് ഈ ഇതിൻ്റെ മസാലൊന്നും നേരെ പിടിക്കില്ല. അതാണ് 1/4 വേവിച്ചെടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കൂടെ കീറിയത് ചേർത്ത് കൊടുക്കാം. ഒത്തിരി എരിവ് വേണ്ടാത്തവർ ഇത് ചേർക്കേണ്ട കാര്യമില്ല. എന്നാലും 1 പച്ചമുളകെങ്കിലും കൂടെ ചേർക്കണം. അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ ഇതിൽ കറിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ചെറിയ പച്ചമുളക് ഒരു 3 എണ്ണം നീളത്തിന് കീറിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉപ്പ് നോക്കാം. ഇതിൽ ഉപ്പ് കുറവാണ്. നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് ലോ ടു മീഡിയമാണ് ഫ്ലെയിം. അതിലേക്ക് വെച്ചതിന് ശേഷം അടച്ച് ഒരു 15 മിനിറ്റോളം വേവിക്കാം. ഏതാണ്ട് 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് കറി റെഡിയായോ നോക്കാം. കറി ഇതാ നല്ല പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇത്രയും ഗ്രേവി വേണം. തീരെ ഇനി വറ്റിപ്പോകരുത്, തീരെ വെള്ളം ആവാനും പാടില്ല. ഈ ഒരു പാകമാണ് കറക്റ്റ്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയും കറിവേപ്പിലയും കൂടെ വഴറ്റി ചേർക്കാം. ഒരു ചെറിയ കടായിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിങ്ങനെ നീളത്തിന് കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് കുഞ്ഞു പീസായിട്ടും എടുക്കാം. നമുക്കൊന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല. ഞാനിതിപ്പോൾ നീളത്തിന് അരിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വളരെ തിന്നായിരിക്കണം സ്ലൈസസ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നമുക്ക് ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കിയ നാടൻ ബീഫ് കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ പ്രിപ്പറേഷൻ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ഷെയറും ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.